സൗമ അറഫ എന്ന് പറയുന്നത് മക്കത്ത് അറഫയില് ഹാജിമാർ നിൽക്കുന്ന ദിവസമല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ആദ്യകാലമായ ഗ്രന്ഥങ്ങളെല്ലാം കാണുന്നത് സൗമ അറഫ എന്ന് പറയുന്നത് അറഫയിൽ നിൽക്കുമ്പോഴുള്ള ദിവസമാണ് ഹാജിമാര്. അപ്പോൾ താങ്കളുടെ ഈ കലണ്ടർ അനുസരിച്ച് വരുന്നത് ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോഴല്ല, അതൊരു വൈവിധ്യമല്ലേ? അറഫ എന്ന് പറയുന്നത് അറഫ ദിവസമാണ്. അത് ദുൽഹജ്ജ് 9 റസൂലുള്ളാഹിയെല്ലാം ഹജ്ജ് അറഫ കടന്നതിന് മുമ്പേ തന്നെ ഉണ്ടായിരുന്ന ഒരു ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്താണ്. അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഹാജിമാർ അറഫയിൽ നിൽക്കേണ്ടത് ദുൽഹജ്ജ് 9-നാണ്, 10-നല്ല. ഇപ്പൊ പോയി നിന്നത് 10-നാണ്. ഒരാൾക്ക് ഇത് അറിയുന്നുണ്ടെങ്കിൽ ആൾക്ക് ചെയ്യാൻ പറ്റുമോ? ആ 10-ന് 11-ന് 15-ന് നിന്നാലോ അതാണ് അറഫ ദിവസം എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല, ആരും പറയില്ല. അറഫയിൽ നിൽക്കേണ്ട ദിവസം ദുൽഹജ്ജ് 9-ആണ്. ഇവിടെ നമുക്ക് തെറ്റുപറ്റി. അതുകൊണ്ടാണ് ഇവിടുത്തെ ആളുകൾ പിന്നെ 9-ന് നിൽക്കാനുള്ളത്. അവർ പറഞ്ഞാൽ അത് 9-അല്ല, ഒരു ദിവസമാണ്, ഒരു ദിവസം തെറ്റിച്ചു. പക്ഷെ ഇവർക്കും അറിയില്ല, ഇവർക്കും അറിയില്ല, എല്ലാവർക്കും അറിയില്ല. അങ്ങനെയാണ് ഇത് തെറ്റിപ്പോയത്. ഇപ്പൊ അമേരിക്കക്കാർക്ക് ഉള്ള അമേരിക്ക നമ്മളെ പിന്നിലാണ്, കഴിവില്ല. അമേരിക്ക നമ്മളെക്കാളും പിന്നിലാണ് ഉള്ളത്. ഇപ്പൊ കാബ സെൻട്രലായിട്ട് എടുത്തു കഴിഞ്ഞാൽ കാബക്ക് മുന്നേ അമൽ ചെയ്യേണ്ടവരും കാബ കഴിഞ്ഞ് അമൽ ചെയ്യേണ്ടവരും 2 വിഭാഗം ലോകത്തുണ്ട്. കാബക്ക് മുന്നേ ഉള്ളവർ നോക്കിയാൽ അത് 9 മണിക്കൂർ മുമ്പ് വരെ പോകുന്നുണ്ട്, 10 മണിക്കൂറില്ല. പിന്നെ അതിന് ആ ഭാഗത്തുള്ളവർ 15 മണിക്കൂർ കഴിഞ്ഞാലേ അവർക്ക് അമൽ ബാധകമാവുന്നുള്ളൂ. ഈ വ്യവസ്ഥയിലാണ് ലോകത്തിന്റെ സമയവ്യവസ്ഥ അള്ളാഹു ബാധിച്ചിരിക്കുന്നത്. അപ്പോ മുമ്പിലുള്ളവർ, ഇപ്പൊ കേരളത്തിലുള്ളവർ അമേരിക്കയിലേക്കാളും എത്രയും മണിക്കൂർ മുമ്പുള്ളവരാണ്. അമേരിക്കയിലെ ഞായറാഴ്ച പെരുന്നാൾ ആചരിച്ചപ്പോൾ കേരളത്തിൽ പെരുന്നാൾ ഉണ്ടായിരുന്നില്ല. ഇവർ തിങ്കളാഴ്ചയാണ് കൊണ്ടുവരുന്നത്. ശരിയാണോ? അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് ആക്കിയാൽ എന്തായി? ആ ഖുർആനിലെ ആയത്തിന് വിരുദ്ധമായി. എന്ന ഖുർആൻ വാചകത്തിന് എതിരായി. അപ്പൊ എന്ത് ശരിയാണോ അത്? അപ്പൊ അറിയുന്ന ഒരാൾക്ക് ചെയ്യാൻ ആ കണ്ണു മൂടി കണ്ണായിരിക്കാൻ പറ്റൂല, പറഞ്ഞേ തീരൂ. ഇപ്പൊ മറ്റുള്ളവരെന്ത് ചെയ്യണം? പഠിക്കണം, മനസ്സിലാക്കണം, എന്നാൽ മാത്രമേ ശരിയാവൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല 9-ാം തീയതി അറഫയിൽ നിൽക്കാൻ പറഞ്ഞ 10-ാം തീയതി പോയി നിന്നിട്ട് ഞാൻ 10-ാം തീയതി 9-ാം തീയതിയാണ് നിൽക്കുന്നത് പറഞ്ഞാൽ ഇത് ശരിയാവില്ല. നിങ്ങൾ എന്നോട് പറയാം, എന്റെ 9-ാം തീയതി വരും, ഞാനിത് 10-ാം തീയതി ഇത് 9-ാം തീയതിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കും. അതേപോലെ തന്നെയാണ് അല്ലാഹു അംഗീകരിക്കില്ല, അല്ലാഹു തീരുമാനമാണ്. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കും. ഈ വിഷയത്തിൽ കാര്യം മാത്രം ശ്രദ്ധയപ്പെടുത്താനാണ് ഞാൻ ഇവിടെ നിന്നത്. ഒന്ന്, പിന്നെ ലോകത്ത് എല്ലാ സന്ദർഭങ്ങളിലും 2 ദിവസവും 2 ഡേറ്റുമുണ്ട്. ഇന്നത്തെ ഡേറ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നാണ് ഇന്ന് സാഹിബന്മാരുണ്ടാക്കി വെച്ചിരുന്ന സ്വഭാവം അനുസരിച്ച് ദിവസം ആരംഭിക്കുന്നത്. ആ ഡേറ്റ് ലൈനിന്റെ ഒരു വശത്ത് ചൊവ്വാഴ്ചയാണെങ്കിൽ മറുവശത്ത് തിങ്കളാഴ്ചയായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ആ ലൈൻ കവർ ചെയ്യുന്ന കപ്പൽ യാത്രക്കാർ കലണ്ടറിലും ദിവസത്തിലും മാറ്റം വരുത്തണം എന്നതാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനം. ഉദാഹരണം പറഞ്ഞാൽ, പിന്നെ ജപ്പാനിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന ഒരു കപ്പൽ ഇന്റർനാഷണൽ ഡേറ്റിലേക്ക് കവർ ചെയ്തിട്ടാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ആ ഡേറ്റ് കപ്പൽ ഈ പറയുന്ന ജപ്പാനിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന കപ്പൽ ഈ ഡേറ്റ് ലൈൻ കവർ ചെയ്യുന്നതോടുകൂടി ഇവിടുന്ന് ചൊവ്വാഴ്ചയാണ് പോകുന്നതെങ്കിൽ ആ ഡേറ്റ് ലൈൻ കവർ ചെയ്യുന്നതോടുകൂടി അവർ അവരുടെ കലണ്ടറിൽ ഒരു ദിവസം കുറയ്ക്കണം. ഇതിപ്പോൾ 20-ാം പോകുന്നെങ്കിൽ ആ ഡേറ്റിലും കഴിയുന്നതോടുകൂടി അവർ അവരുടെ കലണ്ടറിൽ അത് 19-ആയി കണക്കാക്കുകയും ദിവസം ചൊവ്വാഴ്ച ആയിട്ട് തിങ്കളാഴ്ചയായി കണക്കാക്കുകയും ചെയ്യണം. അതുപോലെ അമേരിക്കയിൽ ജപ്പാനിലേക്കാണ് കപ്പൽ വരുന്നതെങ്കിലും ഇതേപോലെ തന്നെ ഒരു ദിവസം കൂട്ടണം. ചൊവ്വാഴ്ച പുറപ്പെട്ടാൽ അവർ ആ ഡേറ്റിൽ നേരത്തെ അവർ ചെയ്യുന്നതോടെ ബുധനാഴ്ചയാക്കി മാറ്റണം. 19-ാം തീയതിയാണ് പോകുന്നതെങ്കിൽ അത് 20-ാം തീയതിയാക്കി മാറ്റണം. അങ്ങനെ ആ ഡേറ്റിലെ ഇതിന്റെ ഇരുവശത്തും 2 ദിവസങ്ങളുണ്ട്. അത് എന്നും ഉണ്ട്. ഇപ്പോഴും ഒരു ദിവസം 2 ദിവസം 2 ദിവസവും ഉണ്ട്, 2 ഡേറ്റുമുണ്ട്. അതാണ് ഒരു സംഭവം. കാരണം ഇതിന് സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ബേസ് ലൈനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇതിന്റെ ഇപ്പോൾ നമ്മുടെ ഡേറ്റും ദിവസവും ഒക്കെ കണക്കാക്കുന്ന ആ രീതിയിലാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതര കലണ്ടർ പറയുന്നത് സൂര്യനെ ബേസ് ചെയ്തിട്ടുള്ളതല്ല, ഇത് ചന്ദ്രനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എവിടെയാണോ ന്യൂമം കിടക്കുന്നത് അവിടെ മുതലാണ് ദിവസമായി വരുന്നത്.
പക്ഷേ ഇപ്പോഴത്തെ ഗ്രിഗോറിയൻ കാലണ്ടർ ദിവസം ആരംഭിക്കുന്നത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിൽ നിന്നാണ്. ഇരാ കാലണ്ടർ അനുസരിച്ച് ദിവസം പിറക്കുന്നത് എവിടെയാണോ ന്യൂമോൺ പിറക്കുന്നത് അവിടെ നിന്നാണ് അത് ദിവസം ആരംഭിക്കേണ്ടത്. ആ ദിവസം കാഴ്ചയിലൂടെ ആണോ ശാസ്ത്രത്തിലൂടെ ആണോ എന്നത് ലോകത്ത് നടക്കുന്ന ചർച്ചയാണ്. എങ്ങനെയായാലും ദിവസം പിറക്കുന്നത് ന്യൂമോൺ പിറക്കുന്നത് എവിടെയാണ് കണ്ടുകൊണ്ട് കാണണോ കണക്കൂട്ടിക്കാൻ പറ്റുന്നത് വേറെ സംഗതിയാണ്. ഇവിടെ പ്രശ്നം അതൊന്നുമല്ല. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ കലണ്ടർ നടപ്പാക്കാൻ വേണ്ടിയ ഒരു അധികാര ശക്തി മുസ്ലിങ്ങൾക്ക് ഇല്ലാതെ പോയിരുന്നതാണ്. നേരത്തെ വിഷയം അവതരിപ്പിച്ചപ്പോൾ പറയുകയുണ്ടായി, ഗ്രിഗോറിയൻ കാലണ്ടറിലെ ഒരു ഘട്ടത്തിൽ 10 ദിവസം കുറച്ചു എന്ന് പറയുകയുണ്ടായി. അധികാരം കയ്യിലുള്ളതുകൊണ്ടാണ് അങ്ങനെ കുറയ്ക്കാൻ കഴിയുന്നത്. അവരുടെ കയ്യിൽ അധികാരമുള്ളത് കൊണ്ടാണ് ഈ ഡേറ്റ് ലോകത്ത് സാർവത്രികമായി നടപ്പാക്കാൻ കഴിയുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അധികാര കേന്ദ്രം, ഒരു അധികാരമുള്ള ഖലീഫ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഖലീഫയെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും അംഗീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, അംഗീകരിക്കാതിരുന്നാൽ അവരുടെ മേൽ കൈകാര്യം ചെയ്യാനുള്ള അധികാരം ആ ഖലീഫയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ഒന്നുകിൽ മൈഫാൻ സാർ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ മറ്റു പണ്ഡിതന്മാർ പറയുന്നത് പോലെ എങ്ങനെയായാലും ഒരു കലണ്ടറും ഒരു ഡേറ്റും ആ ഡേറ്റിനനുസരിച്ചുള്ള ആരാധനാ രീതികളും ലോകത്ത് നടപ്പാവും. അത് ലംഘിക്കാൻ ആളുകൾക്ക് കഴിയുകയുമില്ല, ലോകത്തോട് സംസാരിക്കാൻ കഴിയും. പക്ഷെ രഹസ്യമായാലും നോമ്പ് കൊടുക്കുകയൊക്കെ ചെയ്യാൻ പ്രശ്നം കഴിച്ചല്ല. പക്ഷെ പരസ്യമായി ഒരിക്കലും പിന്നെ ഈദാവ് നമസ്കരിക്കാൻ കഴിയില്ല. കാരണം അത് അങ്ങനെ നമസ്കരിച്ചാൽ അവിടെ അധികാരശക്തി, ഇസ്ലാമിലെ അധികാരശക്തി ഇടപെടും. പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഒരു കുട്ടിക്ക് ഞായറാഴ്ച ഈദാവ്, വേറെ കുട്ടിക്ക് തിങ്കളാഴ്ച ഈദാവ്, അതിനപ്പുറമുള്ള കുട്ടിക്ക് ചൊവ്വാഴ്ച ഈദാവ്. ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇവിടെ പ്രശ്നം മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ ഒരു പ്രശ്നത്തിൽ ഒരു ഇനം മാത്രമാണ് ഇപ്പോഴത്തെ ഈ ഡേറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നോമോ പെരുന്നാളുമൊക്കെ ഏകീകരിക്കണമെന്ന് പറഞ്ഞു. ഏകീകരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഏകീകരിച്ചില്ലെങ്കിൽ അത് സംഭവിക്കും. ഒരാളെ വിശ്വാസമനുസരിച്ച് അയാൾ നോമ്പ് വിളിക്കുന്നു, മറ്റൊരാളെ വിശ്വാസമനുസരിച്ച് അയാൾ നോമ്പ് വിളിക്കുന്നു. രണ്ടാൾക്കും കാണുന്നില്ലാത്തതാണ് അടിത്തറയിൽ രണ്ടു കൂട്ടരും പ്രതിഫലിക്കുന്നു. ഇവിടെ പ്രശ്നമുള്ള കേസല്ല. പക്ഷെ ഇവിടെ മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മനുഷ്യന്റെയും മുസ്ലിങ്ങളുടെയും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാറുണ്ട്. ആ സമൂഹത്തിലെ ഒരു പ്രശ്നമാണോ ഇത് എന്ന് ഞാൻ സംശയിക്കുന്നു. അതാണ് പറയാൻ. ഇവിടെ ഇപ്പൊ അറിവില്ലായ്മയാണ് അധികം ഉള്ളത്. എന്താ പറഞ്ഞാൽ ഇപ്പൊ ഡേറ്റ് ലൈൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം. നമ്മൾ വിചാരിക്കുന്നത് ഈ ബ്രിട്ടീഷുകാർ അവരുടെ ഇഷ്ടപ്രകാരം ഇട്ടതാണ്. അങ്ങനെയല്ല. അതിന്റെ ചരിത്രം നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. ഈ ഡേറ്റ് ലൈൻ ആവശ്യം വന്നത് എപ്പോഴാണ്? റസൂലുള്ളാഹി കാലഘട്ടത്തിൽ അമേരിക്കയെ പറ്റി ജനങ്ങൾ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു സ്ഥലം വരുമ്പോഴും ഇല്ല. ആഫ്രിക്കൻ വെസ്റ്റ് കോസ്റ്റ് മുതൽ ചൈനയുടെ ഈസ്റ്റ് കോസ്റ്റ് വരെയായിരുന്നു ലോകം, അവരുടെ ലോകം. അവർക്ക് അമേരിക്ക ഇല്ലാത്ത ഭൂപടമാണ് ഉണ്ടായിരുന്നത്. അപ്പോ ഇത് ഡേറ്റിന്റെ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നില്ല, അത് അറിയേണ്ടതുമില്ല. ചന്ദ്രകലകളെ നോക്കി ഇഷ്ടശക്തികളും ഇവിടെ ഉള്ളത് പിന്നെ അറിവില്ലായ്മ മാത്രമാണ്. ഇപ്പൊ അധികാരത്തെ പറ്റി പറഞ്ഞല്ലോ, അധികാരം പാകിസ്ഥാനിലുണ്ട്, എത്രയോ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ അധികാരമുണ്ട്. പക്ഷെ അവർ ഡേറ്റ് കൊണ്ട് കളിക്കുന്ന കളി നിങ്ങൾ അറിയില്ല. സൗദി അറേബ്യയിൽ അധികാരമുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഡേറ്റ് മാറുന്നത്? അറിവില്ലായ്മ മാത്രമാണ്. അപ്പൊ അറിവാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അത് ഉണ്ടാക്കിയാൽ ഇത് ഖിലാഫത്ത് വരും, എല്ലാം വരും. അത് ഇല്ലാതിരുന്നാൽ എല്ലാം പോവും. അറിവാണ് വേണ്ടത് മനുഷ്യൻ. ആ അറിവ് സമ്പാദിക്കണമെങ്കിൽ ഈ വളരുന്ന തലമുറ ഈ സബ്ജക്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം അള്ളാഹുവിന്റെ കാര്യത്തിൽ നമ്മൾ കൈ കിടക്കുകയാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, എന്താണ് ഇത്? മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. ചന്ദ്രകലകളാണ് തീയതികൾക്ക് ആധാരം. ചന്ദ്രൻ എങ്ങനെയുണ്ടോ അങ്ങനെയാണ് തീയതി വേണ്ടത്. നാളെ ചന്ദ്രന് കലയുണ്ടാവും. നാളെ 1-ാം തീയതിയാണ്. അത് 1-ാം തീയതി അല്ല നമ്മൾ പറഞ്ഞെങ്കിൽ ശരിയാവും. അള്ളാഹു 1-ാം തീയതി ആകുമ്പോൾ നമ്മൾ ഇനിയും തീയതി മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓരോ മാസത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇതിൽ കേൾക്കുന്നു. ഇതെന്തുകൊണ്ടാണ്? അറിയില്ലായ്മയാണ്. അപ്പൊ അതും ഞാൻ പറയുന്നത് ഈ വിഷയം നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഇത് പ്രചാരത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുഴപ്പമേ ഉണ്ടാവുള്ളൂ. അത് പഠിക്കാൻ ആളുകൾ തയ്യാറാവുകയും ഇത് പഠിക്കുകയും വേണം. ഒരു വിഷയമാണ് ശരിക്കും പഠിക്കണം. അതിപ്പോ 1 മിനിറ്റ് കൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ പറ്റില്ല. ഞാൻ 40 കൊല്ലം പഠിച്ച ഒരു സംഗതി എനിക്ക് 1 മണിക്കൂർ കൊണ്ട് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറെ ആളുകൾ എന്ത് ചെയ്യണം? ഇത് പഠിക്കാൻ തയ്യാറാവണം. പഠിച്ചാൽ തന്നെ മനസ്സിലാവും.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ദിവസം മാസപ്പിറവിക്ക് ആധാരമായി നിശ്ചയിച്ചിരുന്നത് ന്യൂമൂൺ ആണ് അതോ ഹിലാലാണ് എന്നൊരു സംശയമാണ്. പലപ്പോഴും നാം തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ് ന്യൂമൂൺ എന്ന പദപ്രയോഗം. ചന്ദ്രന്റെ പ്രകാശിക ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരാത്തതുകൊണ്ട് ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ കാണാത്ത ദിവസത്തിനാണ് ന്യൂമൂൺ, കാണാത്ത പ്രതിഭാസത്തിനാണ് ന്യൂമൂൺ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ബാലചന്ദ്രൻ പറയുന്ന ഒരു പേരല്ല സയന്റിഫിക്കായി ന്യൂമൂൺ എന്നത്. പലപ്പോഴും ഇവിടെ ബാലചന്ദ്രനാണ് ന്യൂമൂൺ എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ന്യൂമൂണിന്റെ പിറ്റേ ദിവസം എന്ന് കേൾക്കുമ്പോൾ ആദ്യം പുതുചന്ദ്രന്റെ പിറ്റേ ദിവസം തുടങ്ങുന്നു അല്ലെങ്കിൽ മാസം തുടങ്ങുന്നു എന്ന കാഴ്ചപ്പാട് നമുക്ക് വരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അമാവാസിയുടെ പിറ്റേ ദിവസം എന്നായിരുന്നില്ല എന്നാണ് ഹദീസിൽ മനസ്സിലാകുന്നത്. എത്രത്തോളം വായിച്ചിട്ടുള്ളത് ഹദീസിൽ ഇങ്ങനെ അബൂൽ ബക്തരി റളിയല്ലാഹു അൻഹു ഉദ്ധരണം. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ഒരു ഉംറ യാത്രയിൽ നഗ്നതയിൽ തമ്പടിച്ചു. ഞങ്ങൾ മാസപ്പിറവി കാണുവാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ മാസപ്പിറവി ഭക്ഷിച്ചു. ഞങ്ങളിൽ ചില ആളുകൾ പറഞ്ഞു ഇത് 1ന്റെ ചന്ദ്രനാണ്, ചില ആളുകൾ പറഞ്ഞു ഇത് 2ന്റെ ചന്ദ്രനാണ്. ധരിക്കുന്നത് ചിലപ്പോൾ ഏതുപടി ആയിരിക്കണമെന്നില്ല, രണ്ടോന്നും ചിലപ്പോൾ വ്യത്യാസം വരണം. പക്ഷെ ഓർമ്മയിൽ നിന്നിട്ട് പോയെന്നാണ്. അവർ അബ്ബാസ് റളിയല്ലാഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ സമീപിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ചന്ദ്രനെ ദർശിച്ചു. ഞങ്ങളിൽ ചില ആളുകൾ പറയുന്നു ഇത് 1ന്റെ ചന്ദ്രനാണെന്ന്, ചില ആളുകൾ പറയുന്നു ഇത് 2ന്റെ ചന്ദ്രനാണെന്ന്. അബ്ബാസ് റളിയല്ലാഹു ചോദിച്ചു, നിങ്ങൾ എപ്പോഴാണ് ചന്ദ്രനെ ആദ്യമായി ദർശിച്ചത്? അത് എന്ന സമയത്താണ്. എപ്പോഴാണോ നിങ്ങൾ ദർശിച്ചത് അന്ന് മുതൽ മാസം കണക്കാക്കുക. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അതിനുശേഷമുള്ള കാലഘട്ടത്തിലും ബാലചന്ദ്രനെ നോക്കിയാണ്. അല്ലാതെ ന്യൂമൂണിന്റെ അടിസ്ഥാനത്തിലല്ല, അത് ചന്ദ്രൻ ഇല്ലാത്ത അവസ്ഥയുടെ അടിസ്ഥാനത്തിലല്ല, ന്യൂമൂണിന്റെ അടിസ്ഥാനത്തിലല്ല, ബാലചന്ദ്രനെ നോക്കിയാണ് മാസം ദർശിച്ചിരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ അവർ നോക്കേണ്ട കാര്യമില്ലല്ലോ, കണക്കുകൂട്ടിയതുപോലെ. അതോടൊപ്പം തന്നെ അതിനുശേഷം ധാരാളം ഇസ്ലാമിക പണ്ഡിതന്മാർ, ഗോളശാസ്ത്രജ്ഞന്മാർ ഇവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്. അൽ ഖവാരിസ്മി പോലുള്ള, ഇബ്നു സീനയെ പോലുള്ള, ഉമർ ഖിയാമിനെ പോലുള്ള ധാരാളം പ്രകാശ ശാസ്ത്രത്തെ കുറിച്ച് പഠിച്ച ഇബ്നുൽ ഹൈത്തമിനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ, അവരെല്ലാം ഇസ്ലാമിക കേവല ശാസ്ത്രജ്ഞന്മാരായിരുന്നില്ല, ഇസ്ലാമിക പണ്ഡിതന്മാർ കൂടിയായിരുന്നു. അവരൊന്നും പറയാത്ത പുതിയൊരു വാദഗതിയാണ് ന്യൂമൂൺ വാദം. ഇത് എവിടെ നിന്ന് ഉണ്ടാകാമെന്ന് പറഞ്ഞാൽ അറിയട്ടെ. ഇവിടെ ആ ഹദീസ് പറഞ്ഞതൊന്നും ശരിയായില്ല, അതൊരു വ്യാഖ്യാനം തെറ്റാണ്. ആ ഹദീസിൽ വരുന്നത് സഹാബികൾ ഉംറയ്ക്ക് പോയി അവർ നസ്ല താഴ്വരയിൽ പങ്കെടുത്തു. അപ്പോൾ അവർ ചന്ദ്രനെ നോക്കി, അവർ ഹിലാൽ കണ്ടപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു ഇത് 3ന്റെയാണ്, ചിലർ പറഞ്ഞു 2ന്റെയാണ്. അവർ 1ന്റെന്ന് പറഞ്ഞില്ല. അവരതിനെ നോക്കിയത് തീയതി അറിയാൻ വേണ്ടിയാണ്, മാസം തുടങ്ങാൻ വേണ്ടി അല്ല എന്ന് ഹദീസിൽ നിന്ന് ഈ വിഷയം അറിയുന്നവർക്ക് മനസ്സിലാവും. അവർ ഇയാൾ നോക്കിയത് അവരുടെ തീയതി ശരിയാക്കാൻ വേണ്ടിയാണ്, മാസം കണ്ടുപിടിക്കാൻ വേണ്ടിയല്ല എന്ന് ഇതിൽ നിന്ന് ശരിക്കും മനസ്സിലാവും. എന്നിട്ട് അവർ പറഞ്ഞു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പോയി നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ സമീപിച്ചത്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ചോദിച്ചു, നിങ്ങൾ ഏത് ദിവസത്തിലാണ് ഇത് കണ്ടത് എന്ന്. ആദ്യം കണ്ടത് എപ്പോഴാണ് അല്ലാതെ ചോദിച്ചത്. യൗമിൻ റഅയ്തുമൂഹു എന്നാണ് ചോദിച്ചത്. ഏത് ദിവസത്തിലാണ് നിങ്ങൾ ഇത് കണ്ടതെന്നായിരുന്നു അദ്ദേഹം ചോദിക്കാൻ കാരണം, അദ്ദേഹം റസൂലിൽ നിന്ന് ഈ വിഷയം പഠിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് ചന്ദ്ര നിരീക്ഷണം ശരിക്കും അറിയാം. അദ്ദേഹം ഓരോ ദിവസത്തിൽ കാണുന്നതിന്റെ നിരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞ ഞങ്ങൾ ഇന്ന ദിവസത്തിലാണ് കണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്,
അള്ളാഹു അവയെ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിരീക്ഷണത്തിന് വേണ്ടിയാണ്. നിങ്ങൾ ഏത് ദിവസത്തിൽ അത് കണ്ടുവോ അത് ആ ദിവസത്തെ തീയതിയാണ് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു. നിങ്ങൾ ഏത് ദിവസത്തിൽ ചന്ദ്രനെ കാണുന്നുവോ അത് കാണിക്കുന്നത് ആ ദിവസത്തിന്റെ തീയതിയാണ്. അതായിരിക്കും അതിൽ നിങ്ങൾ ശരിക്കും വായിക്കണം. അപ്പൊ മനസ്സിലായാൽ എന്താണ്, നമ്മൾ കാണുന്ന ഹിലാൽ ആ ദിവസത്തെ തീയതിയാണ് കാണിക്കുന്നു എന്നാണ്. നമ്മൾ ഇന്ന് വൈകുന്നേരം ഹിലാൽ കാണും. അപ്പൊ നാളെ വൈകുന്നേരം ഹിലാൽ കാണാം. നാളെ 1-ാം തീയതിയാണ്, 1-ാം തീയതിയാണ് ഹിലാൽ കാണുന്നത്. അവസാനത്തെ തീയതിയിൽ ഒരിക്കലും ഹിലാൽ കാണില്ല. ഞാനിപ്പോ 40 വർഷം പരിശോധിച്ചിട്ടുണ്ട്. ഞാൻ ഉറപ്പിക്കുകയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? നിങ്ങൾ നോക്കിയാൽ ഹിലാൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അമാനി പോലെ പരിഭാഷ വായിച്ചു നോക്കും. ഖുർആനിലെ യാസീനിലെ മനാദിലയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഹിലാൽ ഒരു അർദ്ധധവളത്തിന്റെ രീതിയിൽ കാണുന്നത് മാസത്തിന്റെ ആദ്യത്തെ ദിവസത്തിലാണ്. അത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കാണില്ല. അസ്തമിച്ചൊരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ കാണുള്ളൂ. അത് അന്നത്തെ തീയതിയാണ്. അവസാനിച്ചു നിങ്ങൾ പറയും അവർക്ക് ദിവസം തുടങ്ങുന്നു. ഇത് തെറ്റാണ്. അവർക്ക് ദിവസം തുടങ്ങില്ല. ആദ്യത്തെ നമസ്കാരം അഞ്ചു നമസ്കാരമാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. സലാത്തുൽ വുസ്തായെ പറ്റി ഖുർആനിൽ വരുന്നുണ്ട്. അതിനെപ്പറ്റി സംശയം ഉണ്ടായപ്പോൾ അവർ പറഞ്ഞു സലാത്തുൽ വുസ്ത അസ്ർ നമസ്കാരമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹുവിന്റെ റിപ്പോർട്ടുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ റിപ്പോർട്ടുണ്ട്. അസ്ർ നമസ്കാരം മധ്യ നമസ്കാരമാണെങ്കിൽ 1-ാമത്തെ നമസ്കാരം എവിടെയാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. വെറും വാദഗതിക്ക് നമ്മൾ ഒന്നും ശരിയാവില്ല. ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രീയ സംഗതിയാണ്, നമ്മൾ ഉണ്ടാക്കിയ ഒന്നല്ല. ന്യൂ മൂൺ കൊണ്ട് മാത്രമേ ചന്ദ്രമാസത്തെ ഗണിക്കാൻ പറ്റുള്ളൂ. അതിനെ പഠിക്കണം. എങ്ങനെ ഗണിക്കുന്നത് പഠിക്കണം. ദിവസത്തെ അളക്കുന്നത് നമ്മൾ എങ്ങനെ? ഉദയ സമയത്ത് ദിവസത്തെ അളക്കാൻ പറ്റുമോ? അസ്തമന സമയത്ത് ദിവസത്തിൽ അളക്കാൻ പറ്റുകയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഭൂമി ഒരു ശരിയായിട്ടുള്ള ഒരു സ്ഫിയർ അല്ല. ഭൂമിയിൽ ഉയർച്ചകളുണ്ട്, താഴ്ചകളുണ്ട്, എററുണ്ടാവും. അതുകൊണ്ട് കൃത്യമായ ദിവസം അളക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ശരിയായ രീതിയിലുള്ള അളവ് നമ്മൾ നടത്തണം. അത് ഉച്ചക്ക് മാത്രമേ പറ്റുള്ളൂ. അതാണ് ജവാബ്. ആ സമയത്ത് തന്നെയാണ് സുബഹ് നമസ്കാരം പുറത്താക്കിയിരിക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് ജുമാ നമസ്കാരം പുറത്താക്കിയിരിക്കുന്നത്. ഇതൊക്കെ സയന്റിഫിക് മാറ്റേഴ്സ് ആണ്. ഇതിപ്പോ പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാകാൻ ഇങ്ങനെയുള്ള സ്പീച്ചിൽ കൂടി എല്ലാം വിശദീകരിക്കാൻ പറ്റില്ല. ഏറെ വർഷങ്ങളായി അറഫ നോമ്പ് ഇരിക്കുന്നത് അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന ദിവസമാണ്. എനിക്കതിന് പ്രചോദനം നൽകിയത് 1970 KT അബ്ദുൾ റഹീം മൗലവിയുടെ മറൈവയിലെ ഒരു പ്രസംഗത്തിൽ നിന്നും ഒരു കാസറ്റ് കേട്ടിട്ടാണ് ഈ അറഫ ദിവസം നോമ്പ് പിടിക്കണമെന്ന് തുടങ്ങിയത്. അങ്ങനെയാണ് നടന്നത്. പിന്നീട് മണിക്കാന്റെ ചിന്ത കേരളത്തിൽ ഇങ്ങനെ പ്രകാശിതമായ ഘട്ടത്തിലൊക്കെ തന്നെ മണിക്കാന്റെ ക്ലാസ് ശ്രമിച്ചിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റുഡന്റ് ആയിരുന്ന കാലത്ത് ഇവിടെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അന്നത്തേക്കാൾ പുതിയ വാദഗതികൾ ഇന്നത്തെ സംസാരത്തിൽ ഉണ്ടായിരുന്നു. ആദ്യമായി ആലുവ FPO ഹാളിലാണ് മണിക്കാൻ ഈ ഭാഗത്ത് സംസാരിക്കുന്നതിന്റെ ഓർമ്മ. അന്ന് ഞാൻ അത് പങ്കെടുത്തിരുന്നു. TK മുഹമ്മദ് സാഹിബ് അതിൽ പങ്കെടുത്തിരുന്നു. അന്ന് പറഞ്ഞ പ്രധാന വിഷയം റുഹിയത്ത് എന്ന് പറഞ്ഞാൽ അത് കണ്ടുകൊണ്ടുള്ള കാഴ്ചയാണോ അതോ കണക്ക് കൂട്ടിയിട്ടുള്ളതോ എന്നാണ് അന്ന് പ്രധാനമായി തോന്നിയിരുന്നത്. പക്ഷെ ഇപ്പോൾ പറയുന്നത് കാഴ്ച എന്നൊന്നുമല്ല, ഒരിക്കലും ഈ ന്യൂ മൂൺ കാണാൻ സാധ്യമല്ല, കാണുകയില്ല എന്ന്. അന്ന് പറഞ്ഞ വാദം പ്രധാനമായിട്ട് തോന്നിയത് കാഴ്ച എന്നത് കണ്ടുകൊണ്ടുള്ള കാഴ്ചയല്ല, കണക്ക് കൂട്ടിയും ബുദ്ധി കൊണ്ടുമുള്ള കാഴ്ചകൾ വരും എന്നാണ് അന്നത്തെ പ്രശ്നത്തിൽ പ്രധാനമായി ഊന്നി പറഞ്ഞത്. പക്ഷെ ഇന്ന് അത് പരിവർത്തിപ്പിക്കപ്പെടുകയും ഒരിക്കലും ഇത് കാണുകയില്ല, മാത്രമല്ല കണ്ടിട്ട് തുടങ്ങുന്നതല്ല ഹിജറ കലണ്ടർ അല്ലെങ്കിൽ മാസ തീയതി. അത് എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പൊ അത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ എല്ലാ സംഘടനയ്ക്ക് ഉണ്ടാവുകയും പിന്നീട് അതിന്റെ അടിസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ വികസിപ്പിക്കുന്നത് പോലെ ആണോ എന്ന് എനിക്കൊരു സംശയം. പിന്നെ
ഇപ്പോൾ പറയുന്നു ഇത് അസ്ട്രോളജി പഠിക്കണം അങ്ങനെ എന്നാലേ കഴിയൂ എന്ന് പറയും. ഇത്ര സങ്കീർണമാണോ ഇസ്ലാം? സയ്യിദ് മൗദൂദി പറയുന്നത് ചന്ദ്രമാസ കലണ്ടർ തന്നെ അള്ളാഹു നിശ്ചയിച്ചത് ഏത് ഭൂമിയിലെ എവിടെയുള്ള മനുഷ്യനും ഒരു റേഡിയോ ഒന്നുമില്ലാത്ത ഏതൊരു മനുഷ്യനും ഏത് കാട്ടിലുള്ള മനുഷ്യനും നോക്കി കാണാനും മനസ്സിലാക്കാനും ഇസ്ലാമിന്റെ ആരാധനാ ക്രമങ്ങൾ അനുഷ്ഠിക്കാനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചന്ദ്രൻ തന്നെ ഇങ്ങനെ നിശ്ചയിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രധാന പറയുന്നു. ഇപ്പോൾ പറയുന്നു അത് പെട്ടെന്ന് മനസ്സിലാവില്ല, പഠിക്കണം നമുക്ക് അങ്ങനെയൊക്കെ പറയുന്നു. അതുപോലെ തിരുമേനിയുടെ കാലഘട്ടം മുതൽ ഞങ്ങൾ ഇവരുടെ പൈതൃകം ഇങ്ങനെ തുറന്നു വന്നിരിക്കുമല്ലോ. അങ്ങനെയും നമുക്ക് ഒരു ചിന്ത യഥാർത്ഥത്തിൽ കണ്ടിട്ടാണോ അതോ കാണാതെയാണോ? ഇപ്പോൾ പറയുന്ന ഒരിക്കലും മാസം തുടങ്ങുന്നത് നോക്കിയിട്ടില്ല എന്നാണ്. ദിവസം ചെയ്യോ തെറ്റോ നോക്കാനാണ് ഈ ഹദീസിലും ഉള്ളത് തെളിവാകൂ എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ പലപ്പോഴും വിദേശത്ത് വെച്ചുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ കേരളത്തിലെ ചർച്ചകൾ നടത്താറുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയിലായാലും ശരി, യുഎഇയിലായാലും ശരി, നിരന്തരമായി മാസം നിരീക്ഷിക്കുകയും അതുപോലെ കമ്മിറ്റികളുണ്ട്, അതുള്ള ആളുകളുണ്ട്. അവർ സയന്റിസ്റ്റുകളാണോ എന്നത് നമുക്കറിയില്ല. ഏതായാലും അങ്ങനെ ഒരു വിഭാഗമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് അവർ തെറ്റുവരുന്നു? പണ്ട് മുതലേ റസൂലിന്റെ കാലം മുതൽ നമ്മുടെ കാലത്തൊക്കെ പണ്ട് മുതൽ കാരണവന്മാരെ ദിവസവും നിരീക്ഷിച്ചുകൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അതോറിറ്റിയും കമ്മിറ്റിയും ഉണ്ടായിട്ട് എന്തുകൊണ്ട് പിന്നെ സൗദി അറേബ്യയോ അല്ലെങ്കിൽ യുഎഇയോ ഒക്കെ തന്നെ അവിടെ എന്തെങ്കിലും ഉണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് തെറ്റുവരുന്നു? അവർ പലപ്പോഴും അങ്ങനെ ചെയ്യുകയാണോ? പ്രത്യേകിച്ച് മണിപ്പാൻ പറഞ്ഞു പലപ്പോഴും കത്തിടപാട് നടത്തിയിരുന്നു. അപ്പൊ പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ അവസാനത്തിൽ പിന്നീട് മണിപ്പാനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ എനിക്ക് ഒരു എന്താണ് ഇതിനൊരു ഉറപ്പില്ല എന്ന തരത്തിൽ തോന്നിയത് ഇടക്കാലത്ത് ആഗോള ഖലീഫയാവുകയും അങ്ങനെ ഒരു വർത്തമാനം കേൾക്കുകയൊക്കെ ചെയ്തപ്പോ ഒരു ബേസ് ഇല്ല. പ്രത്യേകിച്ച് എന്തുകൊണ്ട് ആവുന്നില്ല എന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ മണിപ്പാനിൽ എത്ര വിവരം ഉണ്ട് എന്നത് ശരിയാണ്. പക്ഷെ അത് ജനങ്ങൾക്ക് ശരിയായ രൂപത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ രൂപത്തിൽ അന്ന് പറഞ്ഞത് കാണുക പുതിയത്ത് എന്ന് പറഞ്ഞാൽ അത് കണക്ക് കൂട്ടിയും ബുദ്ധി കൊണ്ടുള്ള കാണലാണ് എന്നേ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ പറയുന്നത് കണ്ടിട്ടൊരിക്കലും തുടങ്ങൂല, കണ്ടിട്ടല്ല തുടങ്ങേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് എന്റെ ജീവിതത്തിനും സംശയം. അപ്പൊ അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സംസാരിക്കുമ്പോൾ ചിലർ പലരും ഒന്ന് ധരിക്കും, മറ്റു ചിലർ വേറൊന്നും ധരിക്കും. അതാണ് ഇപ്പൊ ഞാൻ ഇത് മനസ്സിലാവുകയില്ലെന്ന് പറയുമ്പോൾ ന്യൂമണിലേക്ക് കടന്നതുകൊണ്ടാണ്. ന്യൂമൺ ശാസ്ത്രീയമായ ഒരു ടേമാണ്. അത് മനസ്സിലാവണമെങ്കിൽ അതിനെപ്പറ്റി പഠിച്ചേ തീരൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിൽ കാണുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഈ ചന്ദ്രനെ കണ്ടിട്ട് നിങ്ങൾക്ക് തീയതി മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ മൃഗങ്ങളെക്കാൾ മോശമാണ്. ചന്ദ്രൻ പൗർണമിയായാൽ അതെപ്പോഴാണ് പാടാണ്? നിങ്ങൾ പറഞ്ഞു നോക്കി. പൗർണമി ആകുന്നത് ഇപ്പോഴാണ്. എന്ന് പറഞ്ഞ് അള്ളാഹു സത്യം ചെയ്യുന്നു. അതെന്താണ്? തസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തലാഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ അള്ളാഹു സത്യം ചെയ്ത സത്യമാണ്. തലാഹ എന്ന് പറയുന്നത് ചന്ദ്രൻ സൂര്യനെ ഫോളോ ചെയ്യുന്ന ദിവസമാണ്. അതിന് മുമ്പേ സൂര്യൻ ചന്ദ്രനെ ഫോളോ ചെയ്യുകയായിരുന്നു. പിന്നീട് അത് മാറി അങ്ങോട്ടേക്ക് വരുന്നു. അതായത് ആദ്യത്തെ ദിവസത്തെ പറ്റി പറയുന്നതാണ് അത്. ആദ്യത്തെ ദിവസം സൂര്യൻ ഉദിച്ചാലേ ചന്ദ്രൻ ഉദിക്കുകയുള്ളൂ, സൂര്യൻ അസ്തമിച്ചാലേ ചന്ദ്രൻ കാണാൻ പറ്റുകയുള്ളൂ. അതാണ് ആദ്യത്തെ ദിവസം. അത് കണ്ടു മനസ്സിലാക്കണം. എന്താ പ്രയാസം? ആരെങ്കിലും ഇവിടെ പോയി നോക്കുന്നു? ഇല്ല, കണ്ടു നോക്കുന്നില്ല. ഇന്ന് ഗ്രഹണമുണ്ടെന്നുള്ളത് എത്ര ആളുകൾ മനസ്സിലാക്കി? ഇന്നത്തെ ഗ്രഹണം എന്തിനെ കുറിക്കുന്നതെന്നും മനസ്സിലായോ? ഇന്ന് മാസത്തിന്റെ അവസാനത്തെ ദിവസമാണ്. ഗ്രഹണം ഒരു ഫുൾ സ്റ്റോപ്പ് പോലെയാണ്. കഴിഞ്ഞ മാസം അങ്ങോട്ടേക്ക് പോകില്ല, മാസം അവിടെ അവസാനിച്ചു, അടുത്ത സെന്റൻസ് തുടങ്ങുന്ന മാതിരിയാണത്. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇതിങ്ങനെ പറഞ്ഞതുകൊണ്ട് പലരും പല മാതിരി മനസ്സിലാക്കുകയല്ലാതെ ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല. മനസ്സിലാക്കണമെങ്കിൽ അത് സബ്ജക്ട് വൈസായിട്ട് നമ്മൾ പഠിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. ശാസ്ത്രം സൈഡിൽ പഠിക്കുക, പിന്നെ ഖുർആനും സുന്നത്തും ഹദീസും പറഞ്ഞത് വേറെ സൈഡിൽ പഠിക്കുക. എന്നിട്ട് പണ്ഡിതന്മാർ എന്ത് പറയുന്നു, ഞാൻ പറയുന്നതിന്റെ എതിരായിട്ട് അവർക്ക് പറയുന്നത് നിങ്ങൾ കൊണ്ടുവരും. അതേപോലെ തന്നെ ശാസ്ത്രം എന്ന് പറയുന്നത് എന്താ മാസത്തെ പറ്റി പറയുന്നത് എന്ന് ശാസ്ത്രം പറഞ്ഞാൽ മനസ്സിലാവും. ശാസ്ത്രത്തിൽ ഈ ചന്ദ്രമാസം സിനോഡിക് ലൂണാർ മന്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു സിനോഡിക് ലൂണാർ മന്ത് എന്ന് പറയുന്നത് ഒരു ന്യൂ മൂൺ മുതൽ അടുത്ത ന്യൂ മൂൺ വരെയാണ്. ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ കൺജങ്ഷനാണ്.
സൂര്യ ചന്ദ്രന്മാരുടെ സംഗമമാണത്. സൂര്യനും ചന്ദ്രനും ഒരുമിക്കുന്ന ദിവസമാണത്. അത് മനസ്സിലാക്കാൻ പ്രയാസമല്ല, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇപ്പൊ ഡയഗ്രാംസ് ഉണ്ട്, ഇപ്പൊ വീഡിയോസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കുറച്ച് സമയം ചിലവ് ചെയ്ത് പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പഠിച്ചാൽ അതിനെ മനസ്സിലാവും, പഠിക്കാതെ ഇത് മനസ്സിലാവും. അഷ്റഫ് നിസാർ നേരത്തെ പറഞ്ഞു റൂഹിയത്തിനെ കുറിച്ച്. റൂഹിയത്ത് എന്നത് ഏറ്റവും ചുരുങ്ങിയത് ചന്ദ്ര സാന്നിധ്യമെങ്കിലും അറിയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ഇത് പലപ്പോഴും ചന്ദ്ര സാന്നിധ്യം ഇല്ല എന്ന് ഉറപ്പാവുന്ന ദിവസമാണ് മാസപ്പിറവിയുടെ അടിസ്ഥാനമായി സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദുൽഹജ്ജ് 1 കാര്യത്തിൽ സംഭവിച്ചതാണ്. സൂര്യാസ്തമയത്തിന് ഏതാണ്ട് 20 മിനിറ്റ് മുമ്പ് അന്ന് ചന്ദ്രൻ അസ്തമിച്ചിരുന്നു. ആ ദിവസം മുതൽ അതിന്റെ പിറ്റേ ദിവസം ദുൽഹജ്ജ് 1 കണക്കാക്കുന്ന രീതിയാണ് മണിക്കൂറും കൂടുതലും പ്രവർത്തിച്ചത്. അതായത് ചന്ദ്രൻ ചക്രവാളത്തിൽ ഇല്ല എന്ന് 100% ഉറപ്പായ ദിവസം പിറ്റേ ദിവസം. പക്ഷെ പ്രവാചകന്റെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുക ചന്ദ്ര സാന്നിധ്യം അത് ദർശനം കൊണ്ടാണോ കണക്കുകൊണ്ടാണോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ. കണക്കുകൊണ്ട് പോലും ചന്ദ്ര സാന്നിധ്യം തീർത്തും ഇല്ലാത്ത ഒന്ന് അടിസ്ഥാനമായി സ്വീകരിക്കുന്നത് ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ കണ്ടെത്തുന്നത് ജൂത സമ്പ്രദായമാണ്. താങ്കൾ തിരിച്ച് അതേ ആരോപണം പറയും. ഇതിലേതാണ് വാസ്തവം? ഞാൻ ആദ്യം തന്നെ എന്റെ സ്പീച്ചിൽ പറഞ്ഞു ചന്ദ്രകലകളാണ് തീയതികൾക്ക് ആധാരം എന്ന് അല്ലാഹു ഖുർആനിൽ വളരെ തെളിവായ ലളിതമായ ഭാഷയിൽ പറഞ്ഞു. എന്ന് പറഞ്ഞ ചന്ദ്രകലകളാണ്, ഇയാളല്ല. അത് തെറ്റിദ്ധാരണയാണ്. ഈ ചന്ദ്രകലകൾ എന്ന് പറഞ്ഞത് കലകളാണ്, അല്ലെങ്കിൽ ഹുവ എന്ന് പറയുന്നത്. അത് ചന്ദ്രകലകൾ ജനങ്ങൾക്ക് തീയതികളാണെന്ന് പറഞ്ഞതിൽ മനസ്സിലായത് ഓരോ കലയും ഓരോ തീയതിയെ കുറിക്കുന്നുവെന്നാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ ഇത്രയും വാദിച്ചല്ലോ, കഴിഞ്ഞ ദുൽഖഅദയിൽ എത്ര കലകൾ ഉണ്ടായിരുന്നു? ചന്ദ്രകലകൾ നിങ്ങൾ നോക്കിക്കോ. ഉത്തരം പറയണം ശരി. കഴിഞ്ഞ ദുൽഖഅദയിൽ എത്ര കലകൾ ഉണ്ടായിരുന്നു ചന്ദ്രന്? ഈ വിഷയം മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളല്ല. പഠിക്കണമെന്ന് പഠിക്കാതെ സംസാരിച്ച് ചെയ്യാറില്ല. എന്നിവിടെ വന്നത് തയ്യാറെടുപ്പോടുകൂടിയ പോലെ ഇവിടെ ഓർമ്മയിലുള്ള ചില കാര്യങ്ങളെടുത്ത് പറഞ്ഞു. അതിന്റെ സമയം അടുത്ത 1 വർഷം വരെയുള്ള ഇത് നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ് നോക്കി കഴിഞ്ഞാൽ കിട്ടും. എത്ര വർഷത്തിന് ശേഷമുള്ളതും കിട്ടും. കഴിഞ്ഞ ദുൽഖഅദയിൽ 28 കല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ലോക റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 28 കല മാസത്തിൽ ഉള്ളതിനെ എങ്ങനെ 30 ആക്കി? അത് ഒരിക്കലും പാടില്ലാത്തതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ വിഷയം ഇങ്ങനെ സംസാരിച്ചാൽ മനസ്സിലാവില്ല. ഇത് പഠിക്കാനായിട്ട് ഒരു വിഭാഗം തയ്യാറായി. വലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും തായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ എന്നാണ് അല്ലാഹു പറയുന്നത്. എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ എന്തുകൊണ്ട് ഇത് പഠിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, യുദ്ധത്തിന് പോകുന്ന സമയത്ത് പോലും ഒരു വിഭാഗം എന്ന് പഠിക്കണമെന്ന് ഇതുണ്ടാകുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇത് പഠിക്കാൻ തയ്യാറാവുന്നില്ല? നമ്മുടെ ഈ സെഷന്റെ അവസാന ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ പോകുന്നത്. അതോടുകൂടി ഈ സെഷനിലൂടെ പരിമിതപ്പെടുത്തേണ്ടത്. ഇക്കാര്യത്തിൽ 2 കാര്യം പറയാനുണ്ട്. ഒന്ന്, ഇന്ന് ഗ്രഹണ ദിവസമാണ്. ചന്ദ്രൻ കാണാൻ പറ്റില്ല, കാണാൻ പറ്റാത്ത ദിവസമാണ്. അതുകൊണ്ടാണ് നാളെ മുഹറം 1 എന്ന് മണിപ്പാൽ പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നാളെ വൈകുന്നേരം ചന്ദ്രനെ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാളെ സുബഹി മുതൽ നോമ്പനുഷ്ഠിക്കണം എന്നതാണ് ഈ പറയുന്നതിന് തത്വമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇന്ന്